ഈ ദിവസം വന്ന വിവരങ്ങളിൽ പ്രധാനപ്പെട്ടയൊന്ന് അത് ഏതെല്ലാം കേന്ദ്രങ്ങൾ ഈ ഭീകരർ ലക്ഷ്യമിട്ടു എന്നുള്ളതാണ്. അങ്ങനെ അവർ വലിയൊരു പദ്ധതി തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഡൽഹിയിൽ നടത്താനിരുന്ന ഭീകരാക്രമണം അതിന്റെ പദ്ധതി തയ്യാറാക്കിയത് തുർക്കിയിൽ വെച്ചാണ്. ജെയ്ഷെ മുഹമ്മദിനും ഫരീദാബാദ് മൊഡ്യൂളിനും മുക്കാസ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഹാൻഡലറുമായിരുന്നു ബന്ധം. ഇപ്പോൾ തുർക്കി ഈ വിഷയത്തിൽ തങ്ങളുടെ പങ്ക് നിഷേധിക്കുന്നുമുണ്ട്. തുർക്കിയിലെ അങ്കാറയിലേക്കാണ് ഡൽഹി സ്ഫോടന കേസ് പ്രതികളെ അന്വേഷണം നേരിട്ട് ബന്ധിപ്പിക്കുന്നത്. 2022 തുർക്കിയിൽ വെച്ചാണ് ഈ സ്ഫോടന പരമ്പരയ്ക്ക് ഒരു പദ്ധതി തയ്യാറാക്കിയത് എന്നുള്ള കാര്യം കൂടി അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നിഗമനമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. അവിടെ തന്നെ ഉക്കാസ എന്ന കോഡ് നെയിമിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി, അയാളാണ് ഡീലർ ഈ സംഘത്തിൻ്റെ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അയാൾ ഈ ഫരീദാബാദ് പുൽവാമ മൊഡ്യൂളിൻ്റെ സംഘത്തലവൻ ഉമർ ഗുലാം നബിയുമായി നേരിട്ട് ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. നേരത്തെ തന്നെ തുർക്കിയിലെയും അഫ്ഗാനിസ്ഥാനിലെയും ചില ആളുകളാണ്, ചില ഡീലർമാരാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു നൽകിയത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പറയപ്പെടുന്നത്. ഉക്കാസ എന്ന് പറഞ്ഞാൽ അതിന് അറബിയിൽ അർത്ഥം എട്ടുകാലി അഥവാ സ്പൈഡർ എന്നുള്ള കാര്യമാണ്. മാത്രമല്ല ഇവർ പരസ്പരം ബന്ധപ്പെടാൻ സംസാരിക്കാൻ ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ടെലിഗ്രാമൊക്കെ പോലെ തുർക്കിയിൽ കാര്യമായി വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു ആപ്പാണ് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ തുർക്കി എല്ലാ ആരോപണങ്ങളും ഈ ഒരു ഘട്ടത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. എല്ലാ ഭീകരവാദത്തെയും തങ്ങൾ അപലപിക്കുന്നു. മാത്രമല്ല ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധത്തെ താറടിക്കാനുള്ള, അതിനെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ തുർക്കി ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാലും ഈ ഭീകര സംഘത്തിന്റെ ബന്ധങ്ങളെ സംബന്ധിച്ചാണ് വലിയ തോതിൽ അന്വേഷണങ്ങൾ നടക്കുന്നത്. അതിൽ തുർക്കിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന പ്രധാന തെളിവുകൾ ഇതുവരെ കണ്ടുകിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതും NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ തന്നെയാണ്. ഡൽഹിയിൽ നിന്നും അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.